இப்போ ஸ்டார்ட் பண்ணுவோம். ஆனால் இது என்ன இடம்ண்ணா அது? தூத்துக்குடி. பேர் ட்ரோன் கம்பெனி தானே? கேடி ட்ரோன். அண்ணா இதுக்கு எவ்வளோ லிட்டர் போடுவது? 10 லிட்டர். 10 லிட்டரு. அது என்ன டைம் எடுக்கும் 10 லிட்டர் போடுறது? ஏக்கருக்கு ஒரு டேங்க் அடிக்கிற மாதிரி இருந்தால் ஒரு 4 நிமிஷம் ஆகும். 2 டேங்க் அடிக்கிற மாதிரி இருந்தால் 2 நிமிஷத்துலேயே கொடுத்துருவோம். நம்ம கேரளாவில் இந்த வேலைக்கு ஃபோன் அடித்தா வந்து பண்ண முடியும்? பண்ணிடுவோம். ஃபோன் நம்பர் பேசுங்க. ஃபோன் நம்பர் வந்து 9751556959. ஒரு வாட்டி சொல்லுங்கள் சார். 9751556959. பேர் கேடி ட்ரோன். கேடி ட்ரோன். உங்களோட பேர்? திவாகர். திவாகர். ஓகே ஓகே. ഇത് നമ്മുടെ ഈ തമിഴ്നാട്ടിൽ ചോളത്തിന് മരുന്നടിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ഈ അണ്ണനാണ് അതിൻ്റെ മാനേജർ. ഇദ്ദേഹത്തിൻ്റെ ഫോൺ അടിച്ചാൽ മതി. ഞാൻ നമ്പർ ഇതിനകത്ത് വേറെ കമൻറ്റിൽ ഇട്ടോളാം. അപ്പം ഇദ്ദേഹം വന്നോളൂ. നമുക്ക് ഇങ്ങനത്തെ വർക്ക് ചെയ്യണമെന്നുണ്ടല്ലേ? അണ്ണൻ എപ്പടി വരും? ബൈക്ക് എടുക്കാം? കാറിൽ വരും. അപ്പം അണ്ണൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇടാം. അടുത്ത പാർട്ടായിട്ടിടാം. ഇതിപ്പോൾ ഈ ഫസ്റ്റ് ഇതുണ്ട്. ഒരു മെഡിസിൻ എല്ലാം കൂടെ പാക്ക് ചെയ്തെടുക്കണം. അണ്ണാ ഇത് സോളത്തിന് അടിക്കാനുള്ള അല്ലേ? ഇത് എത്ര മീറ്റർ ഉള്ള പോകണമായിരുന്നു? 1000 മീറ്റർ. 1000 മീറ്റർ. ഹൈറ്റ്? ഹൈറ്റ് 30 മീറ്റർ. 30 മീറ്റർ. നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ വരുന്ന പച്ചക്കറിക്ക് ഇതിനൊക്കെ അടിക്കുന്നത് കെമിക്കലിയൊക്കെ അടിച്ചില്ല. വിഷം കണ്ടോണേ. ഇത് കാണും. അണ്ണാ ഇത് എന്നാണ് ഇത് അടിക്കുന്നത്? ആ അത് പേര്? അണ്ണൻ്റെ പേര്? രാജപാണ്ടി. ഉങ്ങളെ പേര്? ആ അല്ല അത് വീഡിയോ പോട്ടില്ല. അവർക്ക് വേലക്ക് കേരളക്ക്. അല്ല അവരെ നമ്പർ കൊടുത്തിருக்கு. எல்லா ஊருக்கும் வருவாங்க. அவங்க ஊர்ல மாதிரி யாரையும் அடிப்பா. இப்போ எங்கள் ஏரியாவுக்கு வந்தோன்னா வந்துட்டாங்க. இது நீங்கள் தோட்டம் தானே? மாறி மாறி இப்போ அங்கிட்டு நிறைய இப்போ போட்டோம். நாங்கள்லாம் மக்காச்சோளம் சோளம் போட்டோன்னா வந்துட்டாங்க. முதல்ல மிளகா இருக்கும். பேர் உங்களை பேர்? என் பேர் ராஜபாண்டி. எத்தனை ஏக்கர் இருக்குங்க? நம்ம இப்போ 10 ஏக்கர் போட்டுருக்கு. வீடு இங்கே பக்கத்தானே? அரியணை. எப்படி இது என்ன நாள் இருக்குது இனி காய்க்கிறதுக்கு? இன்னொரு 30 நாள் தான். 30 நாள் தான். அதுக்கு இங்கே ஆள் வந்து 60 நாள் தான். இங்கே வந்து எடுத்துருவோம். என்ன விலை கொடுத்துருக்கு அப்போ? அதான் கம்மி ரேட்டு, ரொம்ப கம்மி. 2500 ரூபா எடுப்போம். 100 കിലോ. ഇത് വെച്ചിട്ടില്ല. ഇതാ അതിൻ്റെ പടം ഒന്ന് കാണിക്കണം. ഫോട്ടോ. ഈ സാധനമാണ് അടിച്ച് കയറ്റുന്നത് അവിടെ ചോളത്തിന്. ഇത് കഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എല്ലാത്തിനും അടിക്കാം. കുഴപ്പമില്ല. കഴിക്കുന്ന ആളെ നമുക്ക് പെട്ടെന്ന് കയറ്റി വിടാൻ പറ്റും അല്ലേ? നമ്മുടെ പരിപാടി തുടങ്ങുവാണ് അണ്ണൻ. ഇപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന സാധനമാണ് കേട്ടോ. ഈ കവറിനകത്തിരിക്കുന്ന മൊത്തം കലക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം പരിപാടി തുടങ്ങി ഇത് അടിക്കുവാണ്. ഇതിപ്പം സാധനം പൊങ്ങി സംഭവങ്ങളോ അല്ലേ? പക്ഷെ അടിച്ച് കയറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ അട റൈറ്റുമാണ് കലക്കി തളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആളെ നമുക്ക് കയറ്റി വിടാൻ പറ്റുമെന്നാണ് അണ്ണൻ പറയുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഈ സാധനം പൂശി വിടുന്നുണ്ടല്ലോ. പൂശി കഴിഞ്ഞിട്ട് ഇത് അടുത്ത മാസം ഇതെല്ലാം പറിച്ച് കയറ്റി വിടുമെന്ന് പറഞ്ഞു കേരളത്തിലോട്ട്. അണ്ണാ ഇതിൻ്റെ ഈ മരുന്നിൻ്റെ പേരെന്നാണോ ഇത്? மருந்து பேர் அந்த டப்பையில பார்க்க முடியும். கேமரா எடுத்துப்பாங்க இந்த டப்பையில. സംഭവം മനസ്സിലായി. എനിക്ക് പിടി കിട്ടി. സാധനം ഇത് അടിച്ചു കഴിഞ്ഞാൽ ആളെ പെട്ടെന്ന് കയറ്റി വിടാൻ പറ്റും അല്ലേ? എടുത്തെടുത്ത് അത് എടുത്തുകൊണ്ട് அப்படியே போட்டாൽ டப்பாய் போட்டோன்னா எடுத்துக்கோங்க. അല്ല അവരെ நம்ம കേരളക്ക് വേലയ്ക്ക് ഇതയാള് രാമേശ്വരം പോകാം.
ஆமாம் ஆமாம் ഫാമിലിയോടെ പതിയെ ഉണ്ട്. 1000 ഇതാണ് ഇവർ പറയുന്നത്. 1000 മീറ്റർ പോകുമെന്നാണ് പറയുന്നത്. സംഭവം പോയത് കാണുന്നില്ല, നമ്മുടെ റഡാർ പോയത് കാണുന്നില്ല. ഡ്രോണ് ഇത് തപ്പി പോകേണ്ട വരുമെന്ന് തോന്നുന്നു. കാരണം ക്യാമറയിൽ കാണുന്നില്ല. ഡ്രോൺ സൂം ചെയ്തിട്ട് പോലും അതിൻ്റെ ചരക്ക് കാണുന്നില്ല. അല്ല, ഡ്രോൺ കാണുന്നില്ല. അതേ പോകുന്നുണ്ടോ? അങ്ങനെ ഒന്നുകൂടെ നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് പിടിവിടാം. കണ്ടു അണ്ണാ, ഇത് എങ്ങനെയാണ് ചാർജ്? അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിത് കേരളത്തിലൊക്കെ ആണല്ലോ, ഇവിടെ ഇപ്പം മണിക്കൂറാണോ അതോ? ടാങ്ക് 600. ഒരു ടാങ്കിന് 600 റുപ്പീസ്. இப்போ கேரளா வரும்போது ஃபீல்டு அதிகமாக இருந்தால் வரணும். இப்போ வரனா ஒரு நாளைக்கு பர் டேக்கு ஒரு 40 டேங்க் 50 டேங்க் அந்த மாதிரி இருந்தால் பரவாயில்ல. நெக்ஸ்ட் மந்த் அங்கே தானே சீசன். മറ്റേ അണ്ണനായിട്ട് 10 ഏക്കറുണ്ട്. ഇതാണ് സംഭവം. അണ്ണൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഇടുവാണേ കേട്ടോ, വീഡിയോയിൽ. ഭയങ്കര തോട്ടങ്ങളാണ്, നല്ല ഈ തോട്ടങ്ങൾ തന്നെ. ഇതാണ് നമ്മുടെ നാട്ടിലോട്ട് കയറി വരുന്ന പച്ചക്കറി. നല്ല സാധനമാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ആണേലും നമ്മുടെ ഒരു അവസ്ഥ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ വണക്കം. ഒരു കാര്യം ചെയ്യണം, നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.